ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കുമ്പോൾ ഒരു ഹോം മെയ്ഡ് ക്ലേ ആണ്. നമുക്കതിന് ആവശ്യമുള്ള സാധനം ആദ്യം ഒരു ട്യൂബ് പേസ്റ്റാണ്, കോൾഗേറ്റിൻ്റെ ട്യൂബ് പേസ്റ്റാണ്. നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം അതിൻ്റെ കൂടെ ഇത്തിരി അധികമായി പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മറിച്ച് കളയാം, അതിന് കുഴപ്പമില്ല. ഇത്രയും കൂടെ മറിക്കണം. പിന്നെ അതൊന്ന് സ്പൂൺ എടുത്ത് മിക്സ് ചെയ്യുക. നല്ല വെള്ള കളറാകുന്ന പോലെ മിക്സ് ചെയ്യുക. ട്യൂബ് പേസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് നിൽക്കുന്നത് കാണാറുണ്ട്. നല്ല മിക്സ് ചെയ്യണം. ഇപ്പം നല്ലവണ്ണം വെള്ളം പോലെ ആക്കി എടുക്കണം. ഇത് നമ്മൾ വെള്ളം പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കളറ് വേണം. വാട്ടർ കളർ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഇവിടെ റെഡ് കളറാണ് ഞാൻ എടുക്കുന്നത്. ഞാനൊരു പിങ്ക് കട്ടി പിങ്ക് കളറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാൻ പറ്റും. ഏത് കളർ എടുത്താലും കുഴപ്പമില്ല. ഏതായാലും വൈറ്റ് എടുത്തിട്ട് കാര്യമില്ല, കളർ തിരിയില്ല. കോൾഗേറ്റിൻ്റെയും കോൾഗേറ്റിൻ്റെ കളർ വൈറ്റ് ആണല്ലോ, അതെടുത്തിട്ട് കാര്യമില്ല. യെല്ലോ എടുത്തിട്ട് കാര്യമില്ല, ശരിക്കും തിരിയില്ല. ഇന്നത്തെ കട്ടി കളറൊക്കെ എടുത്താൽ വേഗം തിരിയും. നല്ലോണം കളറാക്കി കൊടുക്കണം, എന്നാലേ അതിൻ്റെ കളർ വരും. അപ്പം ഇത് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അത് കുറച്ച് പശ ഉണ്ടല്ലോ, പശ. ഇപ്പം എൻ്റെ അടുത്ത് ഫെവിക്കോൾ തീർന്നു പോയി, അതുകൊണ്ടാണ് ഞാൻ മറ്റേ ഫെവി സ്റ്റിക്കിൻ്റെ പശ എടുത്തത്. അതിൻ്റെ പൊട്ടിപ്പോയി, അതുകൊണ്ട് ഇങ്ങനെ ആക്കി. ഇങ്ങനത്തെ ഫെവിക്കോളിൽ ഈ പശ ഉണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് ചെയ്താൽ മതി. അത് നല്ലോണം നമ്മളങ്ങ് ഉരച്ചത് വെച്ച് കൊടുക്കുക. ഈ പശ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ നല്ല അരച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് മിക്സ് ആക്കേണ്ടതായിരിക്കുന്നു. വീണ്ടും നല്ല മിക്സ് ആക്കുക. ആ പശ ഒന്ന് ഇളകി വരണ്ടേ. നമ്മൾ ചുവപ്പ് കളർ ലൈറ്റായി വരുന്നുണ്ടല്ലേ, അപ്പം അതിന് വേണ്ടി നമ്മൾ കുറച്ചും കൂടെ ചുവപ്പ് കളർ അതിൻ്റെ അത് ചേർക്കുക. എന്നിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്യുക. വീണ്ടും നല്ല വെള്ളം പോലെ ആക്കി എടുക്കുക. നമ്മൾ വെള്ളം ഇത്തിരി കൂടെ കൂടിയിട്ടുണ്ടല്ലേ, അപ്പോൾ മറയ്ക്കണേ. അധികം ഓവർ വെള്ളമായത് ഉണ്ടോ, ഇത്ര വെള്ളം മതി ശരിക്കും. ആദ്യം നമുക്ക് ഇത്തിരി കുറേ വെള്ളം എടുക്കാം, പിന്നെ നമ്മൾ കുറച്ചാക്കണം. പിന്നെ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പൗഡർ ഇടുക. ഞാനിപ്പോൾ യാർലിയാണ് ഇടുന്നത്. ഇഷ്ടമുള്ള പൗഡർ ഇതാ. ഞാൻ എന്താ വെള്ളം അധികം പാടില്ലാന്ന് പറഞ്ഞത്, കാരണം പൗഡർ ഇടുമ്പോൾ വെള്ളത്തിന് തികയണം. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അധികം ആയിപ്പോയാൽ പൗഡർ വെള്ളത്തിൽ അലിഞ്ഞു പോകും. ഇതിപ്പോൾ ഇത്തിരി കൂടെ കൂടുതലായിപ്പോയി വെള്ളം. ഞാൻ ഇതും കൂടെ മറിച്ചിട്ടില്ലേ. ഇത്ര
വെള്ളം മതി. നമ്മൾ ഇതിനകത്തേക്ക് പൗഡർ നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ പശേൻ്റെ കുഞ്ഞി കട്ട ഇവിടെ ഉണ്ടല്ലേ, അതും നമ്മൾ നല്ല മിക്സ് ചെയ്യണം. എനിക്ക് വീണ്ടും ഇതിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കണം. ഇപ്പം എൻ്റെ യാർലി പൗഡർ തീർന്നു പോയി. അതുകൊണ്ട് ഇങ്ങനെ ഈ പൗഡർ ഏത് പൗഡർ എടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തുണ്ടോയെന്ന് ദൈവത്തിന് അറിയാം. ഉണ്ട്. നമ്മൾ പൗഡർ നല്ല കിട്ടിയ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. വാട്ടർ കളർ ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇത്രയും കൂടെ അതൊക്കെ ആഡ് ചെയ്യുക. ഇതിൻ്റെ കളർ ഇത്തിരി വറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ ആഡ് ചെയ്യണം. നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുക. നമ്മളെ പൗഡർ കുറഞ്ഞ് പോയിട്ടുണ്ട്, ഇനിയും ഒഴിക്കണം. നമ്മൾ വീണ്ടും ഇടയ്ക്ക് എടുക്കുക. ആ പൗഡറിന് ഇനിയും കളർ കിട്ടാൻ വേണ്ടി വാട്ടർ കളർ ഉപയോഗിക്കുക. ഇനി നമുക്ക് വേണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത് ഇനി, കാരണം ഇത് നമുക്ക് അങ്ങോട്ട് കൈ കൊണ്ടാണ് ചെയ്യാൻ പറ്റുക. ഇതുകൊണ്ടുണ്ടെങ്കിൽ എത്തില്ല, കാര്യമില്ല, കുറേ സമയം എടുക്കും. നമ്മളത് കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഇതിൻ്റെ മാവ് കഴിക്കുന്നതല്ല ഇളക്കി എടുക്കണം. നമ്മളെ ക്ലേ കുറഞ്ഞു പോയിട്ടുണ്ട്, അപ്പം അതിന് ഇത്തിരി കൊണ്ട് നമ്മൾ പൗഡർ എടുക്കുക. ഇത് ചെറുത്തിരി പണിയേ ഉള്ളൂ. നമ്മളെ ക്ലേ ആയിട്ടില്ല, എന്തായാലും നമുക്ക് ഈ ഇടുക്കെല്ലാം വലിച്ചെടുക്കണം. ഇതോ ഇങ്ങനെ വരുന്നില്ലായിട്ട് അങ്ങനെ ആവും. ഇത് കാണുന്ന പോലെയല്ല. ഞാൻ വീഡിയോ എടുക്കാൻ ഇത്തിരി സമയം എടുത്തുകൊണ്ടാണ് കേട്ടോ. ഞാൻ കുറേ സാധനങ്ങൾ എടുക്കാൻ പോയതുകൊണ്ടാണ് ഇത്തിരി സമയം കൂടിപ്പോയത്. അല്ലെങ്കിൽ ഇനി ഇത്ര സമയമൊന്നും വേണ്ട, അരമണിക്കൂർ വരെ വേണ്ട, മണിക്കൂർ തന്നെ വേണ്ട, മിനിറ്റുകൾക്ക് മുമ്പേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇത്തിരി കൂടെ ആ കളർ എടുക്കുക. ഇതിൻ്റെ കളർ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കളർ ചേർക്കണേ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് ഈ കളർ ഇങ്ങനെ ആയിപ്പോയെന്ന് വിചാരിക്കും. നമ്മൾ കുറഞ്ഞു വരുന്തോറും കളർ ചേർക്കണം. അപ്പോൾ നമുക്ക് ലൈറ്റ് പിങ്ക് കളറായിട്ട് വരുന്നുണ്ട്. ഏതായാലും പിങ്ക് കളറേ ആവും, കാരണം ഈ പൗഡർ എല്ലാം എല്ലാ സാധനവും വെള്ളയാണല്ലോ.
അതുകൊണ്ട് ഏകദേശം പിങ്ക് കളറായിട്ട് നമുക്ക് കിട്ടും. ഉണ്ടോ? അപ്പം ഇങ്ങനെയായി വന്നിട്ടുണ്ട്. ഉണ്ടോ? ക്ലേ ഇങ്ങനെയായി വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ക്ലേ ഉണ്ടാവുക. കുറച്ച് കളറും കൂടെ ചേർക്കണം. പാത്രത്തിന് ഇവിടെ ഇങ്ങനെ പേറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര കളർ മതിയെങ്കിൽ നിങ്ങൾ ഇത്ര കളർ ചേർത്താൽ. എനിക്ക് ഇത്തിരി കൂടെ കളർ വേണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇത്ര ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് കളർ ചേർക്കാം. ഇത്ര കളർ വേണം ചേർക്കാം. ലൈറ്റ് പിങ്ക് ആക്കാം, അവിടെ കട്ടി പിങ്ക് ആക്കാം. കണ്ടോ? നല്ല ഭംഗിയുള്ള ക്ലേ ആയി വന്നിട്ടുണ്ട്. കണ്ടോ? കണ്ടോ? അവിടെ നമുക്ക് എന്തും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാലൊരു ലൈക്ക് ഇടടോ.